ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മുടെ SRH GT നമ്മളുടെ മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ടിപ്സ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ SRH vs GT നമ്മളുടെ മത്സരത്തിൻ്റെ ടീം ക്രിയേഷനെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. സോ അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. സോ എന്തായാലും ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. മത്സരം നമ്പർ 19 ശരിക്കും ഞായറാഴ്ചയിലെ 2 മത്സരം നടത്തുക. ഇവരെന്താ ശനിയാഴ്ച കൊണ്ടുവന്ന് 2 മത്സരം നടത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് ഞായറാഴ്ചയാണ്. മത്സരം നമ്പർ 19 ഏപ്രിൽ 6 തീയതി കൃത്യം 7:30 മത്സരം നടക്കുന്നത്. രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, അതായത് നമ്മുടെ ഹൈദരാബാദിന് ഹോം ഗ്രൗണ്ടിലാണ് ഒരു മാച്ച് നടക്കുന്നത്. പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇനീഷ്യലി ഇതൊരു ബാറ്റിംഗ് പിച്ചാണ്. അതുപോലെ തന്നെ ബൗൺസ് വരുന്നതുകൊണ്ട് പേസ് ബൗളേഴ്സിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാവാറുണ്ട്. മേ ബി ഡെത്ത് ഓവേഴ്സിലാണ് കൂടുതൽ ഇവർക്ക് ഫാസ്റ്റ് ബൗളേഴ്സിനായിട്ട് അഡ്വാൻറ്റേജ് വരുന്നത്. ഓക്കെ, ചില സമയത്ത് ഈ പിച്ച് സ്ലോ ആവുന്നതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിന്നേഴ്സിനും അഡ്വാൻറ്റേജ് വരാറുണ്ട്. ഇതിന് അതുപോലെ തന്നെ ഡ്രൈ സർഫസ് ആണ്. അപ്പോൾ അതും ഈ ഡ്രൈ സർഫസ് സ്പിന്നേഴ്സിന് തീർച്ചയായിട്ടും പിച്ച് സ്ലോ ആകുമ്പോഴും ഡ്രൈ സർഫസ് ഒക്കെ ആവുന്ന സമയത്തും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ കുത്തിയ മര്യാദയ്ക്ക് പൊന്താതിരുന്ന് കഴിഞ്ഞാൽ ആ ഷോട്ട് അടിച്ചാൽ പോകില്ല, പിന്നെ സ്ലോ ബോളായി വരും. സോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അടിച്ച് കഴിഞ്ഞാൽ ക്യാച്ച് അത്രേ ഉള്ളൂ, സിമ്പിൾ. അതാണ് ഈ സംഭവങ്ങൾ പറയുന്നത്. ഇതിനെ അതുപോലെ തന്നെ പേസ് ബോളേഴ്സിന് സ്വിങ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഇത് ചില സമയങ്ങളിൽ. തന്നെ അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ബാറ്റിംഗ് പാർട്ണർഷിപ്പ് ബില്ലിംഗ് സ്ട്രാറ്റജിക്കായിട്ടൊരു പക്ക സ്ട്രാറ്റജിയിലെ ഒരു ബാറ്റിംഗ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയാൽ നല്ലൊരു ഹൈ സ്കോർ എത്തുന്ന ഗെയിമാണ്. നിങ്ങൾ കണ്ടില്ല എത്ര SRHൻ്റെ നമ്മുടെ മറ്റേ ട്രാവിസ് അഭിഷേക് ശർമ്മയും കൂടെ എത്ര അടിച്ചടിച്ച് കയറ്റിയിരിക്കണം. സോ ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്നത് 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. മഴ പെയ്യാനുള്ള ചാൻസോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ പിച്ച് റിപ്പോർട്ട് പറയുമ്പോൾ ടോട്ടലി ഇവിടെ നടന്ന മത്സരങ്ങളിൽ നിന്ന് ഏറ്റവും ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്ത് 35 സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്ത് 44 ആവറേജ് സ്കോറായിട്ട് പറയുന്നത് 163 റൺസ് തന്നെയാണ്. ഗ്രൗണ്ട് സ്റ്റാറ്റ്സിനെ പറ്റി പറയുന്ന സമയത്ത് ടോട്ടൽ ഇവിടെ 80 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് 37, സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 41. അതിൽ വലിയ കാര്യമില്ല. ഫാസ്റ്റ് ബൗളേഴ്സ്, അതായത് ആവറേജ് സ്കോർ 170 മുകളിലാണ്, മിനിമം 170 മുകളിൽ പോകുമെന്നാണ് പറയുന്നത്. ദെൻ സ്കോറിംഗ് ബാറ്റേഴ്സ് നോക്കുന്ന സമയത്ത് ബിലോ 150 35 മത്സരങ്ങൾ വന്നിട്ടുണ്ട്. 150 to 169 ഏകദേശം 12 മത്സരങ്ങളും 170 to 190 വരെ നമുക്ക് ഏകദേശം 12 മത്സരങ്ങളും 190 പ്ലസ് 20 മത്സരങ്ങളും പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബോളിംഗ് സ്റ്റാറ്റ്സ് പറയുമ്പോൾ ഓവറോൾ ഇവിടെ നടന്ന മത്സരങ്ങളൊക്കെ കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 80 മത്സരങ്ങളിൽ നിന്ന് 451 വിക്കറ്റ്സ് ഫാസ്റ്റ് ബോളേഴ്സ്, 195 സ്പിന്നേഴ്സ് എടുത്തിരിക്കുന്നത്. സോ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടുന്നത് ഫാസ്റ്റ് ബോളേഴ്സിനാണ്. സോ ഫാസ്റ്റ് ബോളേഴ്സ് നിങ്ങളുടെ ടീമിലോട്ട് എന്തായാലും കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ദെൻ രണ്ട് ടീമിലും കളിക്കുന്ന പ്ലെയേഴ്സും അതുപോലെ തന്നെ അവരുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളാകും. ഈ ഭാഗം തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിന് മുന്നേ എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ഈ ചോയ്സിൽ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൽ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. ഈ പോപ്പ് വിൻഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയറിനെ ചൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റില്ലേ, ആ സംഭവം ഇത് കണ്ടില്ലേ. ഞാൻ കളിച്ച എല്ലാ വിന്നിങ് സോണിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കാണ് എനിക്കിവിടെ ക്യാഷൊക്കെ ഏൺ ചെയ്യുന്നത്. ഒക്കെ ചെറിയ ചെറിയ പോയിൻറ്റ്സിലാണ്. അതായത് ഇതെങ്ങനെ കളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മാച്ച് കണ്ടില്ലേ, ഈ മാച്ചിൻ്റെ അവിടെ കോപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ കോപ്പ് അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ 5 പ്ലെയേഴ്സ് ഉണ്ട്. ഇതിൽ ആരാ നന്നായി കളിക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ ബെറ്റ് വെച്ചിട്ട് ഇതിൽ ആരാ നന്നായി കളിക്കുക നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ ജയ്സ്വാൾ ആണെങ്കിൽ ജയ്സ്വാളായിട്ട് മുന്നോട്ട് പോകും. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ഓപ്ഷനാണ് ഈ ആപ്ലിക്കേഷനിൽ. ഇത് അധികം ആരും കളിക്കാത്തതുകൊണ്ട് നമുക്ക് വിന്നാവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. സോ നമ്മുടെ ചോയ്സിൽ വേണം ട്രൈ ചെയ്യുക. പിന്നെ സെക്കൻഡ് പറയേണ്ടത്, ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ഈ ഒരു സംഭവമേ കൊണ്ടുവന്നത് നമ്മുടെ കുബേര ഫാൻറ്റസി തന്നെയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് തൊട്ട് കുബേര ഫാൻറ്റസി കളിക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ല ഏണിങ്സ് എനിക്ക് കിട്ടാറുണ്ട്. നമ്മുടെ പഞ്ചാബ് വേഴ്സസ് രാജസ്ഥാൻ മാച്ച് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡ്യോ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ ആരാ നന്നായി കളിക്കുക ആ ഒരു സംഭവം കണ്ടില്ല, ആ ഒരു സെയിമാണ്. ഈ ഡ്യോ പിക്ക് ആരെ പിക്ക് ചെയ്യണം എന്നുകൂടെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതിലിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രേയസ് അയ്യറാണെന്ന് വെച്ചാൽ ശ്രേയസ് അയ്യറുമായിട്ട് മുന്നോട്ടോ. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഒരു പ്ലെയറിനെ പിക്ക് ചെയ്തിട്ട് നല്ല രീതിക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഡ്യോ പ്രോ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലെയേഴ്സ് ഉണ്ടാവും. 5 പ്ലെയേഴ്സിൽ നിന്ന് നമുക്ക് 2 പേരെ ചൂസ് ചെയ്യാൻ പറ്റും. ഈ 5 അല്ല 6 പ്ലെയേഴ്സ് ഉണ്ടാവും. ഈ സെറ്റിൽ നിന്ന് ഓരോരുത്തരെ വെച്ച് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ആരെടുക്കാം, ശ്രേയസ് അയ്യറിനെ എടുക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരാളെ എടുക്കാം, ഹർഷദീപിനെ എടുക്കാം. ഇത്രയേ ഉള്ളൂ. കോൺടസ്റ്റ് ജോയിൻ ആയി. സിമ്പിളായിട്ട് ഇങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലെ ഫീച്ചർ ഉണ്ട് നമ്മുടെ ഈ ഒരു കുബേര ഫാൻറ്റസിയിൽ. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചോയ്സ് 11 അല്ല, നമ്മുടെ സ്പോർട്ടസി, ഇതിലും ആ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് ഉള്ളത്. ഇതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം.
ഇതുണ്ടല്ലേ നമുക്ക് ഡെപ്പോസിറ്റുകളിലൊക്കെ വിന്നിങ്സ് വാലറ്റിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ക്യാഷ് ബോണസും കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും പല ഓഫേഴ്സ് കൊടുക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. പിന്നെ നമുക്ക് ഞാനിപ്പോൾ ഇതിൽ കളിക്കുന്നുണ്ട്, അത് ചിലത് വിന്നിങ്ങും ചിലത് മോശമൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ. അത്യാവശ്യം എന്നാലും കുഴപ്പമില്ലാത്തൊരു ഏണിങ്സ് നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. സോ ഇതുവരെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ്. ഇത് നിങ്ങൾ 10 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ കൂടെ നിങ്ങൾ 2 എണ്ണം ലോസ് വന്നാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് കിട്ടുന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. സോ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോർമൽ ടീം ഇട്ടിട്ട് കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യണമെങ്കിൽ ഇതിനും പറ്റിയ 3 ആപ്ലിക്കേഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് നമ്മുടെ മൈ മാസ്റ്ററിലാണ്. നമ്മുടെ ലിങ്ക് വഴി കയറിയാണെങ്കിൽ സ്പോട്ടിൽ 200 രൂപ വെച്ചും 200 രൂപ വെച്ച് കളിക്കാനും പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഡെയിലി വന്മാർ 1 lakh rupees ഫ്രീ ഗീവ് അവേ, ഒന്നും ചെയ്യേണ്ട, ഫ്രീ ഗീവ് അവേ ആണ് ഇവർ കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ടീം ഞാൻ ക്രിയേറ്റ് ചെയ്താൽ ഫ്രീ ഇതാ കൊടുത്തു, ഇതാ ജോയിൻ ആയി. ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടി. 1 രൂപ അവിടെ കൊടുക്കാതെ നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്, തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫോക്കസ് 11 ഇതും ട്രൈ ചെയ്തോ, ഇല്ലെങ്കിൽ മിസ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലും ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഡെയിലി 0 rupees ഇവന്മാർ ഗീവ് കൊടുക്കുന്നുണ്ട്. ഒരു ഇതുമില്ല, നമുക്ക് വെറുതെ കയറി ജോയിൻ ചെയ്ത് നോക്കാം. നല്ല രീതിക്ക് 3 ടീമൊക്കെ ഇറക്കാൻ പറ്റും ആ ഗീവ് അവേയിൽ തന്നെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സൽ 11 ആണെങ്കിലും നമ്മുടെ ഡ്രീം 11നെക്കാട്ടിലും എൻട്രി ഫീസും കുറവാണ്. അതുപോലെ തന്നെ വെറൈറ്റി കോൺടെസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നതിനെ കാണാൻ പറ്റും. സോ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. വിഷൻ 11 ആയാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്പാണ് വിഷൻ 11. ഇതിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് ആണ്. പ്രോബബ്ലി ഇതൊന്ന് നോക്കുകയാണെങ്കിൽ ട്രാവിസ് ഹെഡ്, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, നിതീഷ് കുമാർ റെഡ്ഡി, ഹെൻറിസ് ക്ലേസൻ, അങ്കിത് വർമ്മ, മെൻഡിസ്, അതുപോലെ തന്നെ പാറ്റ് കുമിൻസ്, അതുപോലെ നമ്മുടെ ഹർഷൽ പട്ടേൽ, മുഹമ്മദ് ഷമി, അതുപോലെ സിമ്രജിത് സിംഗ് അല്ലെങ്കിൽ ശേഷം അൻസാരിയാണ് കേട്ടോ വരാൻ പോകുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയറായിട്ട് ജയദേവ് ഉദനെ കണ്ടോ, വേറെ ആരെങ്കിലുമൊക്കെ വരും. അതുപോലെ തന്നെ ടോപ്പ് പിക്സ് ആയിട്ട് പറയുന്നത് നമ്മുടെ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് ആണ് പറയുന്നത്. ട്രാവിസ് ഹെഡ് ഏകദേശം 9 ഇന്നിങ്സ് കളിച്ച് 385 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂലാണ് കേട്ടോ 9 ഇന്നിങ്സ് കളിച്ച് 385 റൺസ് എടുത്ത് അഗേൻസ്റ്റ് GT ആയിട്ട് 19 റൺസ് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയാണെങ്കിൽ ഈ ഒരു വെന്യൂവിൽ 2 വിക്കറ്റും 154 റൺസും എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് GT ആയിട്ട് 4 മത്സരം കളിച്ച് 141 റൺസും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഇഷാൻ കിഷൻ ആണെങ്കിൽ 7 ഇന്നിങ്സ് ഈ ഗ്രൗണ്ടിൽ കളിച്ചിട്ട് 227 റൺസ് എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് GT ആയിട്ട് 4 ഇന്നിങ്സ് ഏറ്റുമുട്ടിയിട്ട് 89 റൺസും എടുത്തിട്ടുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡി 6 മത്സരമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ള 202 റൺസും ആവറേജ് 50 റൺസാണ്. ഓക്കെ, ദെൻ ക്ലേസൻ ആണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 12 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 495 റൺസ് എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് GT ആയിട്ട് 2 മത്സരം കളിച്ച് 88 റൺസും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. കാമിഡു മെൻഡിസ് നമ്മുടെ ശ്രീലങ്കൻ പ്ലെയറാണ്, ഇതുവരെ കളിച്ചിട്ടില്ല ഈ ഒരു ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ പുതിയ ഡെബ്യൂട്ടായിട്ട് ഇറങ്ങുന്ന ഒരു പ്ലെയറാണ്. ദെൻ കമിൻസ് ആണെങ്കിലും അദ്ദേഹം 9 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 10 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഗേൻസ്റ്റ് GT ആയിട്ട് അദ്ദേഹം 1 മത്സരം കളിച്ച് 1 വിക്കറ്റും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹർഷൽ പട്ടേലാണ്, അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 7 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 6 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് GT ആയിട്ട് 5 മത്സരം കളിച്ച് 5 വിക്കറ്റും എടുത്തിട്ടുണ്ട്. ശേഷൻ അൻസാരി 5 മത്സരമാണ് കളിച്ചിട്ടുള്ളത്, 8 വിക്കറ്റും എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് വെന്യൂ ആയിട്ട് GT ആയിട്ടോ ഇതുവരെ പെർഫോം ചെയ്തിട്ടില്ല. സമർജിത് സിംഗ് ആണ് 2 ഇന്നിങ്സ് ഈ ഒരു വെന്യൂ കളിച്ച് 2 വിക്കറ്റ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പ്ലേയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ, സായി സുദർശൻ, റൂദർഫോർഡ്, ഷാറൂഖ് ഖാൻ, അതുപോലെ തന്നെ രാഹുൽ തിവാട്ടിയ, റാഷിദ് ഖാൻ, അതുപോലെ തന്നെ സായി കിഷോർ, ഹർഷാദ് ഖാൻ, ദെൻ മുഹമ്മദ് സിരാജ്, പ്രസിദ് കൃഷ്ണ, അതുപോലെ തന്നെ ഇഷാന്ത് ശർമ്മ, ഇത്രയും പേരാണുള്ളത്. ഗ്ലെൻ ഫിലിപ്സ്, അഞ്ജു റാവട്ട്, റൂദർഫോർഡ്, വാഷിംഗ്ടൺ സുന്ദർ, ഇഷാന്ത് ശർമ്മ ഇറങ്ങിയൊക്കെ ഇമ്പാക്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ ടോപ്പ് പ്ലേയേഴ്സായിട്ട് പറയുന്നത് ഗില്ലാണ്. 13 ഇന്നിങ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്, 398 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഗേൻസ്റ്റ് SRH ആയിട്ട് അദ്ദേഹം 3 ഇന്നിങ്സാണ് ഏറ്റുമുട്ടിയുള്ളത്. ഓക്കെ, അതിൽ കാര്യമായിട്ട് റൺസോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ സായി സുദർശൻ ആണെങ്കിൽ 3 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് 103 റൺസ് എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് GT ആയിട്ട് കളിച്ചിട്ടില്ല. ദെൻ ബട്ട്ലർ ആണെങ്കിലും ബട്ട്ലറിൻ്റെ ഇത് പറയുന്ന സമയത്ത് 13 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 381 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് SRH ആയിട്ട് 76 റൺസാണ് 5 ഇന്നിങ്സിലൂടെ അദ്ദേഹം ഏറ്റുമുട്ടിയിട്ടുള്ളത്. ദെൻ 9 ഇന്നിങ്സ് 1 മത്സരം കളിച്ച് 9 റൺസ് എടുത്തിട്ട് റൂദർഫോർഡ്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിൽ അദ്ദേഹം കളിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഷാറൂഖ് ആണെങ്കിലും 4 ഇന്നിങ്സ് SRHനെതിരെ ഏറ്റുമുട്ടിയിട്ട് 71 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിൽ 5 റൺസ് മാത്രമേ എടുത്തുള്ളൂ. രാഹുൽ തിവാട്ടി ആണെങ്കിലും അദ്ദേഹം അഗേൻസ്റ്റ് SRH ആയിട്ട് 7 ഇന്നിങ്സ് കളിച്ച് 101 റൺസ് 2 വിക്കറ്റും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിൽ കാര്യമായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ റാഷിദ് ഖാൻ ആണെങ്കിലും രണ്ട്
21 ഇന്നിങ്സിൽ നിന്ന് 28 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു വെന്യൂവിൽ. അതുപോലെ തന്നെ 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട് 4 മത്സരം കളിച്ച് അഗെയിൻസ്റ്റ് SRH ആയിട്ട്. സായ് കിഷോർ ആണെങ്കിലും 11 വിക്കറ്റ്സാണ് ലാസ്റ്റ് 5 ഗെയിമിൽ എടുത്തത്. അതുപോലെ തന്നെ അർഷാദ് ഖാൻ ആണെങ്കിലും 5 മത്സരങ്ങളിൽ നിന്ന് 8 വിക്കറ്റാണ് ലാസ്റ്റ് ഗെയിമിൽ എടുത്തത്. സിരാജ് ആണെങ്കിൽ 7 ഇന്നിങ്സ് കളിച്ചിട്ട് 8 വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു വെന്യൂവിൽ. അതുപോലെ തന്നെ 9 വിക്കറ്റ് എടുത്തിട്ട് 11 ഇന്നിങ്സ് അഗെയിൻസ്റ്റ് SRH ആയിട്ട് കളിച്ചിട്ട്. പ്രസിദ്ധ് കൃഷ്ണ ആണെങ്കിലും 1 ഇന്നിങ്സ് കളിച്ചിട്ട് 4 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത് അത് ഈ ഒരു ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ 5 ഇന്നിങ്സ് SRH ആയിട്ട് പ്ലേ ചെയ്ത് 8 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പിച്ചിൽ പ്രസിദ്ധ് കൃഷ്ണ 4 വിക്കറ്റ് എടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഒരു മത്സരത്തിൽ. അതുപോലെ തന്നെ ഇഷാന്ത് ശർമ്മ ആണെങ്കിലും 19 ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട് ഈ ഒരു വെന്യൂവിൽ. 13 വിക്കറ്റ്സാണ് എടുത്തുള്ളത്. അഗെയിൻസ്റ്റ് SRH ആയിട്ട് 8 ഇന്നിങ്സ് കളിച്ച് 5 വിക്കറ്റും എടുത്തുള്ളത്. അഗെയിൻസ്റ്റ് ഇതുവരെ SRHും GTയും കൂടെ 4 മത്സരങ്ങളാണ്. SRH 1 പ്രാവശ്യം 3 പ്രാവശ്യം GTയാണ് വിൻ ചെയ്തത് കേട്ടോ. കീ പ്ലേയേഴ്സായിട്ട് ഹെൻറിച്ച് ക്ലേസൺ, പാറ്റ് കുമിൻസ്, സായ് സുദർശൻ, സായ് കിഷോറൊക്കെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കുബേര ഫാൻറ്റസി ആപ്ലിക്കേഷനാണ്. കാരണം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഷുവറായിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ സ്പോട്ടിൽ 100 രൂപ ബോണസ് കിട്ടും. അത് വെച്ച് കളിക്കാനും പറ്റാതെ വേറെ ഗുണം എന്താണ് അതിൻ്റെ. ദെൻ നമുക്കിവിടെ പ്ലെയേഴ്സിനെ ചൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നമ്മുടെ ക്ലേസനെയും ജോസ് ബട്ട്ലറിനെയും എടുക്കുന്നുണ്ട്. ഇഷാൻ കിഷനെയും നമുക്ക് എടുക്കാവുന്നതാണ്. സിരാജ്, പാറ്റ് കുമിൻസ് രണ്ടുപേരും തീർച്ചയായിട്ടും ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ തീർച്ചയായിട്ടും വേണ്ട ഒരു പ്ലെയറാണ്. കുശാൽ മെൻഡിസ് റീസെൻ്റ് ആയിട്ട് നല്ലൊരു പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. KKR വേഴ്സസ് SRH തമ്മിൽ കളിച്ച മത്സരത്തിൽ അദ്ദേഹം 80 പോയിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ട്രാവിസ് ഹെഡ്, സായ് സുദർശൻ, ഗില്ല് ഇവർക്കൊക്കെ നല്ല റെക്കോർഡ്സ് ഉണ്ട്. ദെൻ നമ്മുടെ ഇഷാൻ കിഷനെയും കൂടെ നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്ലെയറാണ് വേണ്ടത്. അതൊന്നും അല്ലെങ്കിൽ ഓൾറൗണ്ടറായിട്ട് പോവാം, അല്ലെങ്കിൽ നമുക്ക് ബോളേഴ്സിൽ നിന്ന് പോവാം. അപ്പോൾ നമ്മുടെ GTയിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മുടെ റാഷിദ് ഖാനെ എടുക്കാം. റാഷിദ് ഖാൻ കുറച്ച് മത്സരങ്ങൾ ഫ്ലോപ്പാണ്, പക്ഷേ എന്തായാലും അദ്ദേഹത്തിൻ്റെ പവർ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു കംബാക്ക് വരും. ക്യാപ്റ്റൻസി ഞാൻ ജോസ് ബട്ട്ലറിനെയാണ് കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻ നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് കൊടുക്കാം. റാഷിദ് ഖാനെ വേണമെങ്കിൽ കൊടുക്കാം, ഒരു വെറൈറ്റി പിക്കായിരിക്കും. അല്ലെങ്കിൽ ഗില്ല് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഗില്ലിനെയാണ് ക്യാപ്റ്റൻസി കൊടുത്തത്. നമ്മുടെ ടീം നോക്കാം, ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ്. ഫൈനൽ ടീംസൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടും കേട്ടോ. നമ്മുടെ ബട്ട്ലർ, ഇഷാൻ കിഷൻ, ക്ലേസൺ, അതുപോലെ ട്രാവിസ് ഹെഡ്, ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ, അഭിഷേക് ശർമ്മ, മെൻഡിസ്, ദെൻ നമ്മുടെ പാറ്റ് കുമിൻസ്, റാഷിദ് ഖാൻ, മുഹമ്മദ് സിരാജ് ഇത്രയും പേരെ നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഇടുക. അപ്പോൾ ടീമൊക്കെ വേണ്ടവർ നമ്മുടെ ഗ്രൂപ്പിലോട്ട് വരാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.